റഷ്യയുടെ S-500 വ്യോമ പ്രതിരോധ സംവിധാനം. ഇങ്ങനെ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ലോകത്ത് മറ്റൊരു രാജ്യങ്ങൾക്കും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ ഇപ്പോൾ ചൈന റഷ്യയുടെ S-500 പോലെ തന്നെ മറ്റൊരു വ്യോമ പ്രതിരോധ സംവിധാനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇതുവരെ ഊഹാപോഹങ്ങളിൽ മാത്രമാണ് ചൈനയുടെ ഈ വ്യോമ പ്രതിരോധ സംവിധാനം നിലനിന്നിരുന്നത് എന്ന് പറയേണ്ടി വരും. ഇന്ത്യയുടെ ബ്രഹ്മോസിനെ പോലും തടയാൻ സാധിക്കുന്ന ചൈനയുടെ ഈ വ്യോമ പ്രതിരോധ സംവിധാനമാണ് HQ-29. ചൈന ഡബിൾ ബാരൽ സാറ്റലൈറ്റ് ഹണ്ടർ എന്ന് വിളിക്കുന്ന HQ-29 സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ചൈനയുടെ ശ്രദ്ധ ഏഷ്യ പസഫിക് മേഖലയിൽ മാത്രമായി ഒതുങ്ങുന്നില്ല എന്നും ബഹിരാകാശത്ത് വരെ ചൈന ശക്തമായ ഒരു ശക്തിയായി മാറുകയാണ് എന്നതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ HQ-29 ഇതുവരെ ഒരു നിഗൂഢ പ്രതിരോധ സംവിധാനം മാത്രമായിരുന്നു. അതായത് സോഷ്യൽ മീഡിയയിലെ ഊഹാപോഹങ്ങളിൽ മാത്രമേ ഇത് പ്രചരിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ചൈന ഈ HQ-29 വ്യോമ പ്രതിരോധ സംവിധാനം പരീക്ഷിച്ചുവെന്ന പല റിപ്പോർട്ടുകളും അവകാശപ്പെട്ടിട്ടുണ്ട്. ഈ അവകാശവാദങ്ങളൊക്കെ ശരിയാണ് എന്നിപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ചൈനയിലെ തെരുവുകളിൽ പരേഡ് റിഹേഴ്സലിന് മുമ്പേ 6 ആക്സിൽ ലോഞ്ച് വെഹിക്കിളിൽ മിസൈൽ കണ്ടെയ്നറുകളുമായി HQ-29 വ്യോമ പ്രതിരോധ സംവിധാനം സഞ്ചരിക്കുകയാണ് ഇപ്പോൾ. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ 1.5 മീറ്റർ വ്യാസമുള്ള ഈ കണ്ടെയ്നറുകളിൽ ഇപ്പോഴുള്ള ഇന്റർസെപ്റ്ററുകൾ എന്ന് പറയുന്നത് ചൈനയുടെ നിലവിലുള്ള HQ-9, HQ-19 നൂതന ഇന്റർസെപ്റ്ററുകളാണ്. ഇതിൽ നിന്ന് ചൈനയ്ക്ക് ഉയർന്ന ഉയരത്തിലുള്ള ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധത്തിന്റെയും അതേപോലെ തന്നെ ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലെ ഉപഗ്രഹങ്ങളെ തടസ്സപ്പെടുത്താനുമുള്ള കഴിവ് ലഭിച്ചിട്ടുണ്ട് എന്നർത്ഥം. അതുകൊണ്ടാണ് ചൈനീസ് മാധ്യമങ്ങൾ ഇതിനെ ഇരട്ട ബാരൽ സാറ്റലൈറ്റ് ഹണ്ടർ എന്ന് വിളിക്കുന്നത്. ഈ HQ-29 വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ശേഷി എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ HQ-29 വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെ ചൈന നൂതന ബാലിസ്റ്റിക് മിസൈലുകൾക്കെതിരെ ശക്തമായ ഒരു കവചമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. നിലവിൽ ചൈനയുടെ കൈവശമുള്ള HQ-19 ഇന്റർസെപ്റ്ററിനെ അമേരിക്കയുടെ താട് പോലെ പരിമിതമായ ഉയരത്തിൽ ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ കഴിയും. അതേസമയം HQ-9 പ്രധാനമായും ടെർമിനൽ പ്രതിരോധത്തിലെ വസ്തുക്കളെയാണ് തടസ്സപ്പെടുത്തുന്നത്. അതായത് റിപ്പോർട്ട് അനുസരിച്ച് HQ-29 ഒരു ദൂരപരിധി എന്ന് പറയുന്നത് 500 കിലോമീറ്ററിൽ കൂടുതലാണ്. ഇതിന് നൂതന ബാലിസ്റ്റിക് മിസൈലുകളെ തടസ്സപ്പെടുത്താൻ മാത്രമല്ല റഷ്യയുടെ S-500 വ്യോമ പ്രതിരോധ സംവിധാനം പോലെ ബഹിരാകാശത്തെ ഉപഗ്രഹങ്ങളെയും ലക്ഷ്യങ്ങളെയും തടസ്സപ്പെടുത്താൻ സാധിക്കും. ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി വളരെ കാലമായി കേട്ടുകൊണ്ടിരുന്ന ഒരു അടുത്ത തലമുറ ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനമായ HQ-29 പുറത്തിറക്കിയിരിക്കുകയാണ്. സെപ്റ്റംബർ 3 നടക്കാനിരിക്കുന്ന സൈനിക പരേഡിനുള്ള റിഹേഴ്സലിനിടെ ചൈന പുറത്തിറക്കിയിരിക്കുന്ന വിക്ഷേപണ വാഹനങ്ങളുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. 6 ആക്സിൽ ട്രാൻസ്പോർട്ടർ എറക്ടർ ലോഞ്ചറുകളിൽ ഓരോന്നിലും 2 വലിയ മിസൈൽ കണ്ടെയ്നറുകളാണ് ഉള്ളത്. ചൈനയുടെ ഈ HQ-29 റഷ്യയുടെ S-500 പോലെ തന്നെയാണ്. എന്നാൽ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധത്തെക്കാൾ ഉപഗ്രഹ വിരുദ്ധ യുദ്ധത്തിലാണ് ഇത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ചൈനയുടെ ദീർഘദൂര വ്യോമ പ്രതിരോധ ശേഷികൾ HQ-29 ഒരു പുതിയ തലം തന്നെയാണ് ചേർക്കുന്നത്. അതിന് തൊട്ട് താഴെ 2024 ചൈന അനാച്ഛാദനം ചെയ്ത HQ-19 സിസ്റ്റം ഉണ്ട്. ഇത് മീഡിയം ഇന്റർമീഡിയറ്റ് റേഞ്ച് മിസൈൽ ആക്രമണങ്ങൾക്കെതിരായ പ്രതിരോധത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ അമേരിക്കയുടെ താഴ് സിസ്റ്റത്തിന് സമാനമായി പല തരത്തിലും കൈനറ്റിക് കിൽ സാങ്കേതിക വിദ്യയും ഇത് ഉപയോഗിക്കുന്നു. HQ-19 താഴെയാണ് ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ദീർഘദൂര സംവിധാനമായ HQ-9. ഇത് റഷ്യയുടെ S-400, അമേരിക്കയുടെ MIM-104 പാട്രിയാറ്റ് എന്നിവയുമായി സാമ്യമുള്ളതാണ്. കൂടാതെ ഷോർട്ട് ടൈം, മീഡിയം, ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾക്കും എല്ലാത്തരം എയർ ബ്രീത്തിംഗ് വിമാനങ്ങൾക്കും എതിരെ ഇത് പ്രതിരോധം നൽകുന്നു. ഈ 3 ലോങ് റേഞ്ച് സിസ്റ്റങ്ങൾക്കപ്പുറം മീഡിയം റേഞ്ച് HQ-16, ഷോർട്ട് റേഞ്ച് FK-3000 പോലുള്ള താഴ്ന്ന നിലയിലുള്ള സിസ്റ്റങ്ങൾ ലോകത്തിലെ ഏറ്റവും ശക്തമായി കണക്കാക്കപ്പെടുന്ന ചൈനയുടെ വ്യോമ പ്രതിരോധ ശൃംഖലയ്ക്ക് കൂടുതൽ പ്രതിരോധമാണ് നൽകുന്നത്. ചൈനയുടെ ഈ വ്യോമ പ്രതിരോധ ശൃംഖലയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇപ്പോൾ എത്തിയിരിക്കുന്നത് HQ-29 ആണ്. പാശ്ചാത്യ ലോകത്തെ HQ-29 സമാനതകളൊന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. 2021 റഷ്യ വളരെ വൈകിയ S-500 സിസ്റ്റം സേവനത്തിൽ അവതരിപ്പിച്ചതിന് ശേഷം ഇത്തരം ഒരു സംവിധാനം ഏർപ്പെടുത്തുന്ന 2ാമത്തെ രാജ്യമായി ഇപ്പോൾ ചൈന മാറിയിരിക്കുകയാണ്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് മിസൈൽ SM-3, റഷ്യയുടെ S-500, PL-19 ന്യൂഡോൾ പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയ സംവിധാനങ്ങളുമായി HQ-29 ചൈനയെ കൂടുതൽ അടുപ്പിക്കുന്നു എന്ന വിശകലന വിദഗ്ധർ വാദിക്കുന്നുണ്ട്. ഇവ രണ്ടും ബാഹ്യാന്തരീക്ഷത്തിലെ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. പ്രാദേശിക മിസൈൽ പ്രതിരോധത്തിനപ്പുറം ആഗോളതലത്തിൽ ഉയർന്ന ഉയരത്തിലുള്ള ഇന്റർസെപ്ഷനിലേക്ക് വികസിപ്പിക്കാനുള്ള ചൈനയുടെ അഭിലാഷത്തെയാണ് ഈ താരതമ്യം ഇപ്പോൾ എടുത്തു കാണിക്കുന്നത്. ചില വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ HQ-29 ഇന്ത്യയുടെ ബ്രഹ്മോസിനെ തടയാൻ സാധിക്കും എന്ന് പറയുന്നു. എന്നാൽ അത് തീർച്ചയായും വളരെയധികം ബുദ്ധിമുട്ടാണ് എന്ന് മറ്റു ചിലർ വിശകലന വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു. ബ്രഹ്മോസിനെ തടയുക എന്നത് പല സാഹചര്യങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ്. ലോകത്തിലെ ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിനും ബ്രഹ്മോസിനെ എളുപ്പത്തിൽ തടയാൻ കഴിയുകയില്ല.
അത് റഷ്യയുടെ S-500 ആണെങ്കിൽ പോലും അതിന് ഏറ്റവും വലിയൊരു കാരണം എന്നത് ബ്രഹ്മോസ് മിസൈൽ ഭൂമിയിൽ നിന്ന് വളരെ താഴ്ന്ന ഉയരത്തിൽ പറക്കുന്നു എന്നതാണ്. ഭൂമിയിൽ നിന്ന് വളരെ താഴ്ന്ന ഉയരത്തിൽ ഇത് പറക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം ഒരു സാഹചര്യത്തിൽ വ്യോമ പ്രതിരോധ റഡാറിനെ ഇതിനെ ട്രാക്ക് ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്നാൽ HQ-29 ബ്രഹ്മോസിനെ അതിന്റെ ടെർമിനൽ ഘട്ടത്തിൽ മതിയായ ദൂരത്തിൽ നിന്ന് കണ്ടെത്തുകയും താഴ്ന്ന ഉയരത്തിൽ തന്നെ തടസ്സപ്പെടുത്താൻ കഴിയുകയും ചെയ്താൽ മാത്രമേ ബ്രഹ്മോസിനെ തടയാൻ കഴിയൂ. അങ്ങനെയല്ല എങ്കിൽ ബ്രഹ്മോസിനെ തടയുക എന്നത് HQ-29 അസാധ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ബ്രഹ്മോസിനെതിരെ ചൈനയുടെ HQ-29 വിജയ സാധ്യത എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. എന്നാൽ ചൈനയുടെ ഈ സംവിധാനത്തിന് ഇന്ത്യയുടെ അഗ്നി 5 മിസൈലിനെ തടയാൻ കഴിയും എന്നാണ് പറയുന്നത്. ഇതൊരു ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആണ് അഗ്നി 5. HQ-29 1500 കിലോമീറ്റർ ഉയർന്ന ഫ്ലൈറ്റ് സീലിംഗ് അതിന്റെ മധ്യ കോഴ്സ് ഘട്ടത്തിൽ അഗ്നി 5നെ നേരിടാൻ പര്യാപ്തമാണ്. എന്നാൽ ഒന്നിലധികം വാർഹെഡുകളും സാധ്യതയുള്ള ഡെക്കോയ്കളും വഹിക്കാൻ സാധിക്കുന്ന അഗ്നി 5ന്റെ MIRV ടെക്നോളജി, അതായത് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ സാങ്കേതിക വിദ്യ ഏതൊരു പ്രതിരോധ സംവിധാനത്തിനും തടസ്സപ്പെടുത്തൽ ഒരു സങ്കീർണമായ വെല്ലുവിളി തന്നെയാണ്. അതേപോലെ തന്നെ ടിബറ്റൻ പീഠഭൂമി പോലുള്ള പ്രദേശങ്ങളിൽ ചൈന ഈ HQ-29 വിന്യസിക്കുകയാണെങ്കിൽ ഇതുവഴി ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈലുകളെ അവയുടെ ബൂസ്റ്റ് ഘട്ടത്തിലും ഇതിന് തടയാൻ സാധിക്കും. എന്നാൽ ഈ അഗ്നി 5ന്റെ MIRV സാങ്കേതിക വിദ്യ പ്രത്യേകം എടുത്തു പറയണം. ഏതൊരു ഇന്റർസെപ്റ്ററിനും ഇത് തടയാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അഗ്നി 5ന്റെ ഉയർന്ന വേഗത, അതായത് മാക് 20 മുതൽ 25 വരെയാണ് ഇതിന്റെ വേഗത എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മാനുവറിംഗ് കഴിവുകളും ട്രാക്കിംഗും ടാർഗറ്റിംഗ് വിൻഡോയും കുറയ്ക്കുന്നു. അതേസമയം തന്നെ MIRV സാങ്കേതിക വിദ്യ ഒന്നിലധികം വാർഹെഡുകൾക്ക് വ്യത്യസ്ത ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയും. ഇത് പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ സഹായകമാകും. ഇതിന്റെ വേഗത മൂലം ട്രാക്കിംഗ് ഇന്റർസെപ്ഷൻ സിസ്റ്റങ്ങൾക്ക് ഫലപ്രദമായി പ്രതികരിക്കുന്നതിനുള്ള സമയം അഗ്നി 5 കൊടുക്കുന്നില്ല എന്നർത്ഥം. അതേപോലെ ഒന്നിലധികം വാർഹെഡുകൾക്ക് പുറമെ ശത്രു പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാനും കണ്ടെത്തൽ നിന്ന് ഒഴിവാക്കാനും വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഡെക്കോയ്കളും അഗ്നി 5ന് വിന്യസിക്കാൻ കഴിയും. എന്നാൽ ചൈനയുടെ ഇപ്പോൾ ഈ HQ-29 മിസൈലിന്റെ വികസനം എന്ന് പറയുന്നത് ഇന്ത്യക്ക് തന്ത്രപരമായ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഇന്ത്യ സ്വന്തമായി ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയും വ്യോമ പ്രതിരോധ ശേഷികൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് ചൈനയുടെ ഇത്തരം ഒരു മുന്നേറ്റങ്ങൾക്കുള്ള തന്ത്രപരമായ പ്രതികരണത്തെയാണ് കാണിക്കുന്നത്. അതായത് താഴ്ന്ന ഉയരത്തിലുള്ള ഇന്റർസെപ്ഷൻ ശേഷികൾ ഇല്ലെങ്കിൽ ബ്രഹ്മോസ് പോലുള്ള ഇന്ത്യൻ മിസൈലുകൾക്ക് HQ-29 ഒരു വെല്ലുവിളിയായി മാറിയേക്കാം. ചൈനീസ് ഭീഷണികളെ നേരിടാൻ ഇന്ത്യയുടെ DRDO നൂതന BMD സംവിധാനങ്ങൾ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനാണ് HQ-29 ചൈന രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എങ്കിലും ഇന്ത്യയുടെ ബ്രഹ്മോസ് പോലുള്ള താഴ്ന്ന ഉയരത്തിലുള്ളതും അതിവേഗവുമായ ആയുധങ്ങൾക്കെതിരായ അതിന്റെ ഫലപ്രാപ്തി സംശയാസ്പദമാണ്. ഇന്ത്യയുടെ ആണവശേഷിയുള്ള അഗ്നി 5 പോലുള്ള ഇന്ത്യയുടെ മിസൈൽ സംവിധാനങ്ങൾ ചൈന പോലുള്ള എതിരാളികൾക്കെതിരെ ശക്തമായ പ്രതിരോധ നിലപാട് നിലനിർത്താൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഊഹാപോഹമായി നിലനിന്നിരുന്ന ചൈനയുടെ HQ-29 വ്യോമ പ്രതിരോധ സംവിധാനം ചൈന ഇപ്പോൾ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.